അങ്ങനെ കാത്തിരിപ്പിനോടുള്ള ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 റിലീസായി. നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ ഫസ്റ്റ് സീസൺ വർക്കായെന്ന് അറിയില്ല. കാരണം പടം തുടങ്ങിയപ്പോ തൊട്ടാണ് 100-110 ആ ഒരു കഥ കൊണ്ടുപോയത്. ഈ കഥാപാത്രങ്ങള് നമുക്ക് കഥാപാത്രങ്ങളായിട്ടൊന്ന് കണക്ട് ചെയ്യാനോ അതോ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിനുള്ള ഒരു സ്കോപ്പ് അവർ ആ ഫസ്റ്റ് സീസണിൽ കൊടുത്തിട്ടില്ല. ഈ അവര് ചെറുപ്പകാലം കാട്ടി പെട്ടെന്ന് തന്നെ അവർ വലുതായി 40-50 വയസ്സിലേക്ക് അവർ എത്തുകയാണ്. നമുക്ക് ആ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഇത് കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് ഗെയിം ഓഫ് ത്രോൺസിന്റെ പ്രീക്വലാണ് ഈ HOT. അപ്പൊ ഈ ഗോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നല്ല സാവകാശം പോയ, അതായത് ഒരു 9 കൊല്ലത്തോളം നീണ്ടു നിന്ന ഷൂട്ടായിരുന്നു ആ സീരീസിനുള്ളത്. നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സ് ആരാണ്, ആരുടെ മോനാണ്, ക്യാരക്ടേഴ്സ് കഥട്ടുള്ള ബന്ധം എന്താണെന്ന് എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗോട്ടിൽ അറിയാൻ പറ്റും. ബട്ട് നേരെ മറിച്ച് ഇപ്പൊ ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ വന്നപ്പോ ഇതാരുടെ മോനെ, ഇവർക്ക് എത്ര മക്കൾ, ഇവർ തമ്മിൽ എന്താണ് ഇഷ്യൂ, ഇവര് തമ്മിലുള്ള ആകമത്തുള്ള ബന്ധം എന്താന്നൊക്കെ നമുക്ക് അറിയാൻ കുറച്ച് കൺഫ്യൂഷനാണ്. കാരണം നമുക്ക് ഒറ്റരിപ്പി കണ്ടത് മനസ്സിലായെന്ന് വരില്ല. അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസ് നമുക്ക് ഏറ്റവും കണക്ട് ആയ ഒരു ഹൗസ് സ്റ്റാർക്കാണ്. കാരണം അവരാണ് മെയിൻലി ആ കഥ കൊണ്ടുപോയത്. ആ കഥയുടെ നായിക എല്ലാം വരുന്നത് ആ ഹൗസ് സ്റ്റാർക്കിനോടനുബന്ധിച്ചുള്ള രീതിയിലാണ്. ഈ ടർഗാറിയൻ ആകാലാകും ഒരെണ്ണമേ ഉള്ളൂ. ബട്ട് ഈ ഹോട്ട് എന്ന് പറയുന്നത് മൊത്തം ടർഗാറിയൻസിന്റെ ഒരു ഫൈറ്റും ആണ്. ഈ സീസൺ 2 അവര് ഹൗസ് ഓഫ് സ്റ്റാർക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു മെയിൻ കഥാപാത്രത്തെ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ നോർത്ത് വോള് അതും ഈ ഇതിന്റെ ആദ്യത്തെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കണ്ടപ്പോൾ നെസ്റ്റ് അടിച്ചു. എന്തൊക്കെയാലും വരും ദിനങ്ങളിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്താണ് അവസ്ഥ എന്നറിയില്ല. സീസൺ 1 പോലെയാണെങ്കിൽ സീസൺ 3 ആവശ്യമുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതിന്റെ കുഴപ്പമാവാം. കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗെയിം ഓഫ് ത്രോൺസ് തന്നെയാണെങ്കിൽ ഇതിനൊരു ഉറപ്പായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ വേ ഓഫ് മേക്കിംഗ് ആയാലും വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയാലും. ഈ ഇതിന്റെ സീസൺ 1 തന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഗ് അടിക്കുന്ന പോർഷൻസും ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം ഇത് ഈ സീസൺ 1 അവസാനം സാധാരണ പോലെ തന്നെ ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി വന്നൊരു ഭാഗത്താണ് നിർത്തിയേക്കണത്. പലതരങ്ങൾ നമുക്കറിയാൻ പറ്റും ഈ സീരീസ് കൊണ്ട് എത്ര പേർക്ക് ഇഷ്ടമായി എത്ര പേർക്ക് ഇഷ്ടമായില്ല എന്നുള്ളത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം പറയാം.